എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. മിശിഹായിൽ പ്രിയമുള്ളവരെ, പന്തക്കുസ്ത തിരുനാൾ ഒരുക്കമായുള്ള 3-ാം ദിവസത്തെ നൊവേനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ ദുരിതമനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ പ്രത്യേകമായി സമർപ്പിക്കാം. നമ്മളെല്ലാ നിയോഗങ്ങളും തമ്പുരാൻ്റെ തിരുമുമ്പിൽ വിട്ടുകൊടുക്കാം. 3-ാം ദിവസം വളരെ പ്രത്യേകമായി പരിശുദ്ധാത്മദാനമായ ആലോചനയ്ക്കായി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങയുടെ വിശ്വസ്തതയുടെയും സ്നേഹത്തിൻ്റെയും അഗ്നിയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. അങ്ങയുടെ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിക്കണമേ. പിതാവേ, അങ്ങയുടെ വിശ്വസ്തരുടെ ഹൃദയങ്ങളെ അവിടുത്തെ ആത്മാവിൻ്റെ വെളിച്ചത്തിൽ നയിക്കുമല്ലോ. അങ്ങേ ആത്മാവിനെ ഞങ്ങൾക്കും തരണമേ. അങ്ങേ ദിവ്യപ്രചോദനത്താൽ സത്യത്തെ തിരിച്ചറിയാനും നല്ലത് രുചിച്ചറിയാനും എപ്പോഴും അങ്ങേ സാന്ത്വനത്തിൻ്റെ പരിമളം അനുഭവിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സൃഷ്ടാവും പിതാവും സംരക്ഷകനുമായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ സ്നേഹം ഞങ്ങൾക്ക് വെളിപ്പെടുത്താനായി മനുഷ്യാവതാരം ചെയ്ത ഈശോയെ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമാണ് ഈശോ എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ലോകസ്ഥാപനം മുതൽ അങ്ങേ ദിവ്യ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. സിഹിയോനൂട്ടുശാലയിൽ ദാഹിത്തോടെ കാത്തിരുന്ന പരിശുദ്ധ അമ്മയുടെയും ശ്ലീഹന്മാരുടെയും മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേലും ഇറങ്ങി വരണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ. അവിടുത്തെ ആലയമായ ഞങ്ങളുടെ ശരീരത്തെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും ആത്മാവേ, ഞങ്ങൾക്ക് ആഴമുള്ള ദൈവസ്നേഹാനുഭവത്തിലും വിശ്വാസത്തിലും വളരുവാൻ ആവശ്യമായ കൃപ തരണമേ. ആമേൻ. സുവിശേഷ ഗീതികൾ പാടാം, യേശുവിൻ സാക്ഷികളാകാം. ലോകത്തിലെങ്ങും പോകാം, നാഥൻ വിളിക്കുന്നു നമ്മെ. പരിശുദ്ധനാകുന്ന റൂഹ വന്നണഞ്ഞിടുന്ന നേരം ശക്തി ചൈതന്യങ്ങളേകും നവജനമായി നാം മാറും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 24-ാം അധ്യായം 44 മുതലുള്ള വചനങ്ങൾ. അവൻ അവരോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം
പൂർത്തിയാകേണ്ടിയിരിക്കുന്നുവെന്ന് ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. അവൻ പറഞ്ഞു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു സഹിക്കുകയും 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം. പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. ഇതാ, എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ പ്രിയമുള്ളവരെ, 3-ാം ദിവസത്തെ നൊവേനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 49-ാം തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ട്. ഈശോ ശിഷ്യന്മാർ കൊടുക്കുന്ന വലിയൊരു ഉപദേശം കൂടിയാണ്. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ മാത്രമേ പുറത്തേക്ക് പോകാവൂ എന്ന് യേശു ശിഷ്യന്മാർക്ക് താക്കീത് കൊടുക്കുന്ന ഒരു വചനം കൂടിയാണ്. പരിശുദ്ധാത്മാവിനെ കൂടാതെ നീ പുറത്ത് പോകരുത് എന്ന് യേശു ശക്തമായി ഇവിടെ ആവർത്തിക്കുകയാണ്. എന്നാൽ പന്തക്കുസ്താ തിരുനാളിൽ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങി വന്നപ്പോൾ അവർ പുറത്തേക്ക് പോയി എന്ന് വചനഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ച വലിയ മാറ്റങ്ങളെക്കുറിച്ച് വിവരിക്കുന്നത്. അവർക്ക് എന്താണ് സംഭവിച്ചത്? പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ഒന്നാമതായി അവർ നിർഭയരായി. 3 വർഷം യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ, യേശുവിനോട് ചേർന്ന് എല്ലാ കാര്യങ്ങളും കണ്ടു മനസ്സിലാക്കിയ ശിഷ്യന്മാർ. എന്നാൽ യേശു മരിച്ചു എന്ന് മനസ്സിലാക്കിയ അവർ വീണ്ടും പഴയ മീൻകൊട്ടയും ചുമന്നുകൊണ്ട് പഴയ വലയം അന്വേഷിച്ച് അവർ യാത്ര തിരിക്കുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ വലിയൊരു രൂപാന്തരീകരണം, വലിയൊരു നവീകരണം അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഒന്നാമതായി അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റം, അവർ നിർഭയരായി മാറി. ഭയം കൂടാതെ പത്രോസിലേഖ പ്രസംഗിക്കുകയാണ്, കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ശിഷ്യന്മാരെല്ലാം തീക്ഷ്ണതയോടെ മുന്നോട്ട് കുതിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. രണ്ടാമതായി അവരുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത്? രണ്ടാമതായി അവരുടെ പ്രഭാഷണങ്ങൾക്ക് ശക്തി ഉണ്ടായിരുന്നു. പത്രോസിലേഖ ശക്തമായ രീതിയിൽ പ്രസംഗം നടത്തിയപ്പോൾ വചനഭാഗത്ത് പറയുകയാണ്, മാനസാന്തരപ്പെട്ട ആളുകൾ ചോദിക്കുന്നു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ സ്പർശിക്കും. 3000-ഓളം ആളുകൾ പത്രോസിൻ്റെ വചനം കേട്ട് മാനസാന്തരപ്പെട്ടു എന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങൾ നമ്മൾ വ്യക്തമായ രീതിയിൽ കാണുന്നുണ്ട്. മൂന്നാമതായി പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുകയാണ്. മുടന്തന്മാർ നടക്കുന്നു, അന്ധന്മാർക്ക് കാഴ്ച ലഭിക്കുന്നു, തളർവാദ രോഗി സുഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ അപ്പസ്തോല പ്രവർത്തനം 5-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇപ്രകാരം വളരെ വലിയൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. പത്രോസ് നടന്നു നീങ്ങിയ സമയത്ത് ഒത്തിരിയേറെ ആളുകൾ പത്രോസ് നടന്നു പോകുന്ന ആ നിഴലെങ്കിലും പതിക്കണമേ, വലിയ രോഗശാന്തി ലഭിക്കണമേ എന്ന വലിയ തീക്ഷ്ണതയോടെ അവർ രോഗികളെ സൈഡുകളിൽ കിടത്തുന്നതായിട്ട് വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നിറയുന്ന ഒരു വ്യക്തിയുടെ സാന്നിധ്യം തന്നെ വലിയ അനുഗ്രഹമാണ്. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ, എൻ്റെ വചനം കേൾക്കുന്ന നിങ്ങളുടെ ഭവനത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ ഭവനം അനുഗ്രഹീതമായിരിക്കും. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തി നമ്മുടെ സമൂഹത്തിലുണ്ടായെങ്കിൽ ആ സമൂഹം അനുഗ്രഹിക്കപ്പെടും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നാലാമതായിട്ട് വചനഭാഗത്ത് കാണുന്നുണ്ട്, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളുണ്ടായി. എന്നാൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടായെങ്കിലും
പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തിൽ ഉള്ളതുകൊണ്ട് ആ പ്രതിസന്ധിയെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ ശിഷ്യന്മാർക്ക് സാധിക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 5-ാം അധ്യായം 40-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ കാണുന്നുണ്ട്: യേശുവിനെ പ്രതി അപ്പസ്തോലന്മാർക്ക് സഹനങ്ങൾ ഏൽക്കേണ്ടി വരികയാണ്. വചനഭാഗത്ത് ഇപ്രകാരം പറയുകയാണ്: അപ്പസ്തോലന്മാരെ അകത്ത് വിളിച്ച് പ്രഹരിച്ചതിന് ശേഷം യേശുവിൻ്റെ നാമത്തിൽ സംസാരിച്ചു പോകരുതെന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. അവരാകട്ടെ യേശുവിൻ്റെ നാമത്തെ പ്രതി അവമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിൻ്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തിൽ കടന്നു വന്നപ്പോൾ യേശുവിനെ പ്രതി സഹനങ്ങൾ ഉണ്ടായെങ്കിൽ പോലും അത് സന്തോഷത്തോടെ സഹിച്ചു. പ്രിയമുള്ളവരെ, ഈ കൊറോണ കാലഘട്ടത്തിൽ, ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ഭയത്തോടുകൂടിയാണ് വീടുകളിൽ ആയിരിക്കുക. പുറത്തേക്ക് പോകുവാനുള്ള വലിയ ഭയം, മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള വലിയൊരു ഭയം. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ഭയം മാറാൻ പരിശുദ്ധാത്മാവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ഭയം ഇല്ലാതായി. വീണ്ടും അവരുടെ ജീവിതത്തിൽ ദുരിതം നിറഞ്ഞ കാലഘട്ടത്തിലൂടെ കടന്നു പോയപ്പോഴും പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ അവർ ആ ദുരിതത്തെ സന്തോഷത്തോടുകൂടെ സ്വീകരിച്ചു. ആകയാൽ പ്രിയമുള്ളവരെ, അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ വലിയ നവീകരണം, വലിയ രൂപാന്തരീകരണം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് വലിയ മാറ്റം, വലിയ രൂപാന്തരീകരണം എൻ്റെ ജീവിതത്തിലും ഉണ്ടാകണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി കർത്താവേ, അങ്ങേ വിവേകത്തിൻ്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, വിവേകത്തിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവമേ, അങ്ങയുടെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഞങ്ങൾ അങ്ങ് ദാനമായി നൽകിയ ബുദ്ധിയും കഴിവുകളും അങ്ങയുടെ ഹിതമനുസരിച്ച് മാത്രം വിനിയോഗിക്കുവാനായി കർത്താവേ, വിവേകത്തിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവമേ, അങ്ങേ ആത്മാവിന്റെ അനുഗ്രഹങ്ങളാലും വരങ്ങളാലും അങ്ങ് സഭയെ സമ്പന്നമാക്കുന്നുവല്ലോ. സ്നേഹത്തിൽ വേരൂന്നി വിശുദ്ധിയിൽ സഭയോട് ചേർന്ന് നിൽക്കുവാനും സഭയെ പടുത്തുയർത്തുവാനുമായി കർത്താവേ, വിവേകത്തിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവമേ, അനുദിന ജീവിതത്തിൽ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ ഇഷ്ടം മാത്രം അന്വേഷിക്കുവാനും അത് നിറവേറ്റുവാനുമായി കർത്താവേ, വിവേകത്തിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകൾ എന്ന പോലെ ഞങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ കാലഘട്ടത്തിലെ വെല്ലുവിളികളെ വിവേകത്തോടെ നേരിടാനായി കർത്താവേ, വിവേകത്തിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. നവീകരണ മുന്നേറ്റത്തെ നയിക്കുന്ന എല്ലാ ശുശ്രൂഷകരും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാനായി കർത്താവേ, വിവേകത്തിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഓ പരിശുദ്ധ മാതാവേ, എന്റെ അമ്മേ, ഞാൻ പാപവഴികൾ ഉപേക്ഷിക്കുന്നതിനും ഈശോയുടെ വിലയേറിയ തിരുരക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നതിനും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നിറയപ്പെടുന്നതിനുമായി അമ്മ പ്രാർത്ഥിക്കണമേ. പാപത്താൽ കഠിനമാക്കപ്പെട്ട ഹൃദയം എടുത്തുമാറ്റി എസെക്കിയേൽ പ്രവാചകൻ വഴി വാഗ്ദാനം ചെയ്യപ്പെട്ട പുതിയ ഹൃദയം തരണമേ. അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും. ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും. അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തുമാറ്റി ഒരു മാംസള ഹൃദയം ഞാൻ കൊടുക്കും. അങ്ങനെ അവർ എന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും എന്റെ നിയമങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യും. അവർ എന്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും. പരിശുദ്ധയും സ്നേഹനിധിയുമായ എന്റെ അമ്മേ, പരിശുദ്ധാത്മ സ്നേഹത്താൽ നിറഞ്ഞ് മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കാനായി അമ്മ എനിക്കായി പ്രാർത്ഥിക്കണമേ.
ദൈവമേ, പരിശുദ്ധാത്മഫലമായ സമാധാനം തരണമേ. അനുദിന ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ആകുലപ്പെടാതെ അസ്വസ്ഥരാകാതെ എല്ലാം ശാന്തതയോടെ നേരിടാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞെരുക്കങ്ങളിലും മറ്റുള്ളവർ മൂലമുണ്ടാകുന്ന വിഷമങ്ങളിലും സമചിത്തത വെടിയാതെ സമാധാനത്തോടെ വർത്തിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ കർത്താവായ യേശു മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമുക്ക് ഈ നിമിഷം മൗനമായി പരിശുദ്ധാത്മാവിന് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ക്രിസ്തുവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ക്രിസ്തുവേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, ക്രിസ്തുവേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ പുത്ര ലോകവിമോചക, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധ ത്രിത്വമേ ഏക ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ, പിതാവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ, ലോകത്തിന്റെ മുഖം നവീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ, പ്രാവിന്റെ രൂപത്തിൽ യേശുവിന്റെ മേൽ എഴുന്നള്ളുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ, തീനാളത്തിന്റെ രൂപത്തിൽ ശിഷ്യന്മാരുടെ മേൽ വന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ, യേശുവിന്റെ സാക്ഷികളാകാൻ ശക്തി പകരുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ, വചനത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ, സഭയിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ, കുദാശകളാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ, പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ, പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ കൃപ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ, പാപബോധം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ, നീതിബോധം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ, എളിമയുടെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ക്ഷമയുടെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ആത്മനിയന്ത്രണത്തിന്റെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, നന്മയുടെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, കരുണയുടെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ഐക്യത്തിന്റെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, വിശുദ്ധിയുടെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, സഭയുടെ സംരക്ഷക, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ദിവ്യകൃപയുടെ ഉറവിടമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. സഹനത്തിൽ ആശ്വാസമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. നിത്യപ്രകാശമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ആത്മീയ അഭിഷേകമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. മാലാഖമാരുടെ ആനന്ദമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പ്രവാചകന്മാരുടെ പ്രചോദനമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അപസ്തോലന്മാരുടെ ഗുരുവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. രക്തസാക്ഷികളുടെ ശക്തിയുടെ ഉറവിടമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ കരുണയുള്ളവനെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധാത്മാവേ കരുണയുള്ളവനെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, പരിശുദ്ധാത്മാവേ കരുണയുള്ളവനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനോടും പുത്രനോടും കൂടെ ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവേ, എല്ലാവരെയും വിശുദ്ധീകരിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നവനെ, അങ്ങയുടെ ദാസരുടെ ഹൃദയങ്ങളിൽ നിറയണമേ. അവിടുന്ന് അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസനും ജീവന്റെ ഉറവിടവും ആധ്യാത്മിക അഭിഷേകവുമാണ്, ആത്മീയം സ്നേഹവുമാണ്. അങ്ങുന്ന് പിതാവിൻ്റെ വാഗ്ദാനവുമാണ്, 7 ദാനങ്ങളുടെ ദാതാവാണ്. അങ്ങയുടെ ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് ഞങ്ങളെ സമ്പന്നരാക്കണമേ. വിശുദ്ധിയോടെ ചിന്തിക്കുവാനും വിനയത്തോടെ സംസാരിക്കാനും വിവേകത്തോടെ പ്രവർത്തിക്കാനുള്ള വരം നൽകണമേ. സഹനങ്ങളിടയിൽ സ്ഥിരോത്സാഹത്തോടെ പിടിച്ചു നിൽക്കുവാനും സംശയങ്ങളെ ദൂരീകരിക്കാനും ജീവിതത്തിലെ മോഹഭംഗങ്ങളിൽ പ്രത്യാശ കൈവിടാതിരിക്കാനും സ്നേഹിക്കാനും മറ്റുള്ളവരിൽ അങ്ങയെ കാണാനും അനുഗ്രഹിക്കണമേ. സർവശക്തനായ പിതാവിനോടും അവിടുത്തെ ഏകജാതനായ യേശുക്രിസ്തുവിനോടും കൂടെ എന്നേക്കും ജീവിച്ചു വാഴുന്ന അങ്ങേക്ക് എല്ലാ സ്തുതിയും മഹത്വവും കൃതജ്ഞതയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.